കായിക മേഖലയിലെ പദ്ധതി കൊണ്ടും അതിലേക്ക് താരങ്ങളെ എത്തിച്ചുകൊണ്ടും ലോകത്തെ ഞെട്ടിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ സൗദി അറേബ്യ. ഇനിയിപ്പോൾ സമാനമായ പദ്ധതി സൗദി അറേബ്യ നടപ്പാക്കാൻ പോകുന്നത് AI മേഖലയിലാണ്. ഹ്യൂമെയിൻ എന്ന പേരിൽ സൗദിയുടെ തന്നെ സ്വന്തം കമ്പനി രൂപീകരിച്ചതോടെ പുത്തൻ മേഖലയിലേക്കാണ് AI രംഗത്ത് സൗദി അറേബ്യ കടന്നു കയറാൻ പോകുന്നത്. മത്സരിക്കാൻ പോകുന്നത് മറ്റാരുമായല്ല, ചൈനയെയും UAEയെയും ഒപ്പം തന്നെ US-നെയും എല്ലാം ഒരുപോലെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ മത്സരത്തിലേക്ക് സൗദി ഇറങ്ങുന്നത്. എന്തൊക്കെയാണ് AI രംഗത്ത് പ്രവാസികൾക്ക് വരാൻ പോകുന്ന അവസരങ്ങൾ? എന്തൊക്കെയാണ് സൗദി അറേബ്യ വരുന്ന 10 വർഷത്തേക്ക് കാത്തുവച്ചിരിക്കുന്നത്? AI രംഗത്തുള്ള സൗദി അറേബ്യയുടെ പദ്ധതികൾ വിശദീകരിക്കുകയാണ് ഇനി. മാറിമറിഞ്ഞാണ് സൗദി അറേബ്യ വിവിധ മേഖലകളിൽ ലോകത്തിനൊപ്പം ഓടാൻ പരീക്ഷണം നടത്തുന്നത്. ആദ്യം ക്രൂഡ് ഓയിൽ, പിന്നാലെ ടൂറിസം, കായികം, ഇതിനു പുറമെ മക്ക മദീന മതകാര്യ ടൂറിസം എന്നിങ്ങനെ വ്യത്യസ്തമായ മേഖലകൾ. ഇപ്പോൾ സൗദി നടത്താൻ പോകുന്ന മത്സരം AI രംഗത്താണ്. UAEക്ക് സമാനമായി തന്നെ അതിലേക്ക് സൗദി നിക്ഷേപം നടത്തുന്നു. സൗദി അറേബ്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പുത്തൻ തലമുറക്കാർ ഇനി ഒരുങ്ങി വരണം. എന്നുവെച്ചാൽ ടെക്നോളജിയും AIയും ലക്ഷങ്ങളുടെ ശമ്പളം നൽകാൻ പോകുന്ന വിപണിയായിരിക്കും ഇനി സൗദി അറേബ്യ. സൗദി അനുഭവിക്കുന്ന പ്രധാന പ്രതിസന്ധി യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ ലഭിക്കാത്തതാണ്. അതിനവർ യുവതയെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും തികയില്ല. അടുത്ത 10 വർഷത്തിനകം ടെക്നോളജി മേഖലയിൽ സൗദി അറേബ്യ നടത്താൻ പോകുന്നത് വൻതോതിലുള്ള നിക്ഷേപമായിരിക്കും. സിമ്പിളായി പറഞ്ഞാൽ ലോകത്ത് AI രംഗത്ത് പുത്തൻ പരീക്ഷണം നടത്തിയുള്ള ടെക്നോളജികൾ സ്വന്തമാക്കാൻ US-ഉം ചൈനയും റഷ്യയും ജപ്പാനും ഇസ്രായേലും ഓടുന്ന പോലെ അറബ് രാജ്യമായ UAEയും സൗദിയും ഓടുകയാണ്. അതിൽ സാധാരണക്കാർ മുതൽ പ്രൊഫഷണലുകൾ വരെ അറിഞ്ഞിരിക്കേണ്ട കഥയാണ് പറയുന്നത്. AI മേഖലയെ ശ്രദ്ധിക്കുന്നവരിൽ സൗദി അറേബ്യയുടെ ഹ്യൂമെയിൻ എന്ന് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. സൗദിയുടെ AI എക്കോസിസ്റ്റം സൃഷ്ടിക്കാനായി രാജ്യത്തെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിൽ സൃഷ്ടിച്ച സൗദി AI കമ്പനിയാണ് ഹ്യൂമെയിൻ. ഇതിനായി കുറച്ചു വർഷത്തിനകം ആകെ 6 ലക്ഷം NVIDIA AI ചിപ്പുകൾ വാങ്ങുമെന്നതാണ് സൗദിയുടെ പ്രഖ്യാപനം. വീണ്ടും അത് എല്ലാവരും കേട്ടത് സൗദി കിരീടാവകാശിയുടെ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിലും സന്ദർശനത്തിലുമാണ്. അമേരിക്ക സൗദി അറേബ്യയിലെയും UAEയിലെയും 2 കമ്പനികൾക്ക് ലോകത്തിലെ ഏറ്റവും പുതിയ NVIDIA ബ്ലാക്ക്വെൽ AI ചിപ്പുകൾ വാങ്ങാൻ അനുമതി നൽകിയിട്ടുണ്ട്. എന്താണ് ഇതിൽ ഇത്ര പ്രാധാന്യം? AI മേഖലയിൽ സൗദി ചെയ്തു കൂട്ടുന്നത് എന്തെല്ലാമാണ്? എണ്ണവില ഇടിഞ്ഞ് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോഴും സൗദി അറേബ്യ. ബജറ്റ് ബാലൻസ് ചെയ്യാൻ $100 വേണ്ടിടത്ത് ക്രൂഡ് ഓയിൽ വില നിൽക്കുന്നത് ഇപ്പോഴും $60. അസ്ഥിരമായ ഈ എണ്ണയെ ആശ്രയിച്ചുള്ള സമ്പദ് രംഗത്തെ മാറ്റിയെടുക്കാനാണ് സൗദി വിഷൻ 2030 എണ്ണ ഇതര വരുമാനം കണ്ടെത്തുന്നത്. അതിൽ സ്പോർട്സ് ഉണ്ട്, വിനോദമുണ്ട്, ടൂറിസമുണ്ട്. എന്നുവെച്ചാൽ സൗദി ഇതുവരെ തൊടാതിരുന്നതെല്ലാം തൊട്ടു. ഇനി ലോകത്തെ അടക്കി വാഴാൻ പോകുന്ന 2 അക്ഷരമായിരിക്കും AI. (2030) എണ്ണേതര വരുമാനത്തിൽ നിന്നുള്ള 20 മുതൽ 30% വരുമാനം, അതായത് ഏകദേശം $200 മുതൽ $300 ബില്യൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ നിന്നും സൃഷ്ടിക്കാനാണ് സൗദിയുടെ നീക്കം. നിലവിൽ സൗദിയുടെ AI വഴിയുള്ള വരുമാനം ക്രൂഡ് ഓയിൽ ഇതര വരുമാനത്തിന്റെ 12 മുതൽ 20% മാത്രമാണ്.
സൗദി പൊതുനിക്ഷേപ ഫണ്ട് അഥവാ PIF എണ്ണെതിരെ വരുമാനം ശേഖരിക്കാൻ സൗദി സൃഷ്ടിച്ച പ്രത്യേക ഖജനാവിൽ നിന്നും $100 ബില്യൺ AI-യിൽ നിക്ഷേപിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൂടി സൗദി സ്ഥാപിച്ച AI കമ്പനിയാണ് ഹ്യൂമെയിൻ. ഹ്യൂമെയിൻ കൊണ്ട് സൗദിക്ക് ഏറെ ലക്ഷ്യങ്ങളുണ്ട്. ലോകോത്തര ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കുക, സ്വന്തമായുള്ള ക്ലൗഡ് സംവിധാനം, അറബി ഭാഷയിലും പ്രവർത്തിക്കുന്ന AI മോഡൽ വികസിപ്പിക്കുക, ആർക്കും സൗജന്യമായി ഉപയോഗിക്കാനും വികസിപ്പിക്കാനും കഴിയുന്ന ഓപ്പൺ സോഴ്സ് AI മോഡലുകൾ പുറത്തിറക്കുക, ആരോഗ്യം, വിദ്യാഭ്യാസം, ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ ലാഭവും നേട്ടവും സൃഷ്ടിക്കാൻ AI ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കുക എന്നിങ്ങനെ പോകുന്നു ഹ്യൂമെയിന്റെ ലക്ഷ്യങ്ങൾ. ഇത് വെറും ലക്ഷ്യങ്ങൾ മാത്രമല്ല, ഇതിലേക്ക് പണമിറക്കുകയും അത് നടപ്പാക്കി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യ. ഇതുവഴി അമേരിക്ക, ചൈന, UAE എന്നിവക്കൊപ്പം നിൽക്കുകയാണ് ഈ രാജ്യം. പദ്ധതിക്കായി ഹ്യൂമെയിൻ ഇതിനകം ചേർന്ന പങ്കാളികളും ചില്ലറക്കാരല്ല. US-ന്റെ NVIDIA, ഇലോൺ മസ്കിന്റെ XAI, ആമസോൺ, ഗൂഗിൾ തുടങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ ടെക് കമ്പനികളുമായി ഇതിനകം കരാറിലാണ് ഹ്യൂമെയിൻ. 6 ലക്ഷത്തിലധികം NVIDIA AI ചിപ്പുകൾ വാങ്ങാനുള്ള കരാർ ലോകത്തെ ഏറ്റവും വലിയ ഒറ്റത്തവണ ഓർഡറുകളിൽ ഒന്നായിരുന്നു. സൗദി കിരീടാവകാശിയുടെ US സന്ദർശനത്തിന്റെ ദിവസം സൗദി അറേബ്യയിലെയും UAE-ലെയും 2 കമ്പനികൾക്ക് ലോകത്തെ ഏറ്റവും പുതിയ NVIDIA ബ്ലാക്ക്വെൽ AI ചിപ്പുകൾ വാങ്ങാൻ US അനുമതി നൽകി. ഒരു കമ്പനിക്ക് 35,000 വരെ ചിപ്പുകൾ വാങ്ങാം. ഇതിന്റെ മൂല്യം ഏകദേശം $100 കോടി. 2 രാജ്യങ്ങളിലും വലിയ ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കാനാണ് ഈ ചിപ്പുകൾ ഉപയോഗിക്കുക. ചിപ്പുകൾ സുരക്ഷിതമായി ഉപയോഗിക്കണമെന്ന കർശന നിബന്ധനകളോടെയാണ് അനുമതി. എന്താണ് ഈ NVIDIA ബ്ലാക്ക്വെൽ AI ചിപ്പുകൾ? ഒരു AI ചിപ്പ് എന്നാൽ കമ്പ്യൂട്ടറിന്റെ തലച്ചോറാണ്. ഇത് എത്ര വലുതും ബുദ്ധിയുള്ളതുമാണോ അത്ര വേഗത്തിൽ ChatGPT പോലെയുള്ള AI-കൾ ചിന്തിക്കുകയും ഉത്തരം പറയുകയും ചെയ്യും. ഒപ്പം വീഡിയോ നിർമ്മാണത്തിൽ വരെ സഹായിക്കും. മുൻപ് NVIDIA നിർമ്മിച്ച ചിപ്പിന്റെ പേര് ഹോപ്പർ അഥവാ H100 എന്നതായിരുന്നു. ഇപ്പോഴത്തെ പുതിയ ചിപ്പിന്റെ പേര് ബ്ലാക്ക്വെൽ എന്നും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം സൈക്കിളും ബുള്ളറ്റ് ട്രെയിനും തമ്മിലുള്ളതാണ്. എന്ന് വെച്ചാൽ ChatGPT-യിൽ അടക്കം ഉത്തരം നൽകാൻ ഹോപ്പറിനേക്കാൾ 30 ഇരട്ടി വേഗത്തിൽ NVIDIA-യുടെ ബ്ലാക്ക്വെല്ലിനാകും. ഒരു ഉദാഹരണം കൂടി നോക്കാം. ഒരാൾ 100 പേർക്ക് ഭക്ഷണം സ്വന്തം കൈകൊണ്ട് വിളമ്പുന്ന സമയമാണ് NVIDIA ഹോപ്പർ ചിപ്പുകൾ എടുത്തിരുന്നത്. എന്നാൽ ഒരു റോബോട്ട് 100 പേർക്ക് 30 സെക്കൻഡ് കൊണ്ട് ഭക്ഷണം വിളമ്പുന്ന വേഗമുണ്ടാകും ഹ്യൂമെയിൻ സ്വന്തമാക്കാൻ പോകുന്ന ബ്ലാക്ക്വെൽ AI ചിപ്പുകൾക്ക്. ഇതിന്റെയും ഉടമസ്ഥർ NVIDIA തന്നെയാണ്. ചൈനക്കുള്ള നിയന്ത്രണങ്ങൾ പോലും ഇല്ലാതെയാണ് സൗദിക്ക് ഇവ US നൽകുന്നത് എന്നതാണ് ശ്രദ്ധേയം. കിരീടാവകാശിയുടെ സന്ദർശനത്തിൽ മറ്റൊന്നുകൂടി ഹ്യൂമെയിൻ പ്രഖ്യാപിച്ചു. അടുത്ത കുറച്ചു വർഷത്തിനകം 6 ലക്ഷം ചിപ്പുകൾ വാങ്ങും. ചുരുക്കത്തിൽ 2025 അവസാനത്തോടെ സൗദി അറേബ്യ AI രംഗത്ത് UAE പോലും മറികടന്ന് ഗൾഫിലെ നമ്പർ 1 ആകാനുള്ള പാതയിലാണ്. അമേരിക്കയുമായുള്ള ഈ പുതിയ കരാറുകൾ ആ ലക്ഷ്യത്തിന് വലിയ വേഗം നൽകും. ഇനി ഇതിന്റെ സാമ്പത്തിക നേട്ടം നോക്കാം. $50 ബില്യൺ NVIDIA ബ്ലാക്ക്വെൽ ചിപ്പുകൾ വാങ്ങി ലോകത്തെ ഏറ്റവും വലിയ ഡാറ്റാ സെന്ററുകളാണ് സൗദി നിർമ്മിക്കുന്നത്. ഇതിലൂടെ 2030ഓടെ AI മേഖലയിൽ മാത്രം
135 മുതൽ 235 വരെ ബില്യൺ ഡോളർ GDP വർധനവാണ് പ്രതീക്ഷ. ആരോഗ്യം, വിദ്യാഭ്യാസം, നിർമ്മാണം, ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ AI വ്യാപകമായി ഉപയോഗിച്ച് ഉൽപാദനക്ഷമത 40% വരെ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയുമുണ്ട്. ഇത് നിലവിൽ തന്നെ സൗദി അറേബ്യ നടപ്പാക്കുന്നുണ്ട്. സൗദിയിലെ ഒരു സ്വകാര്യ കമ്പനിയായ ഒബൈക്കൻ ഗ്രൂപ്പ് AI ഉപയോഗിച്ച് 22 ഫാക്ടറികളിൽ ചിലവ് 30% കുറച്ചു കഴിഞ്ഞു. ഇതിൽ തൊഴിൽ നഷ്ടമുണ്ടാകാം. മറുവശത്ത് പക്ഷേ ഈ രംഗത്തുള്ളവർക്ക് പുതിയ സാധ്യതകളും തുറന്നിടുന്നു. AI വിഷയത്തിൽ സൗദി അനുഭവിക്കുന്ന വെല്ലുവിളിയും പ്രവാസികൾക്കുള്ള നേട്ടവും നോക്കാം. 2030 20,000 AI വിദഗ്ധരെ സൃഷ്ടിക്കാനാണ് സൗദിയുടെ ശ്രമം. 10 ലക്ഷം AI തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. സൗദി ഡാറ്റ ആൻഡ് AI അതോറിറ്റിക്ക് കീഴിലാണ് ഇതിനുള്ള ശ്രമം. ഇപ്പോൾ തന്നെ 42% സൗദി ജീവനക്കാരും ജോലിയിൽ AI ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം അതല്ല. സൗദിക്ക് വേണ്ടത്ര ജീവനക്കാരെ AI മേഖലയിൽ ഇനിയും ലഭിച്ചിട്ടില്ല. വിദേശ ടാലന്റുകളെ സൗദിക്ക് വേണമെന്ന് കിരീടാവകാശി തുറന്നു പറയുകയും ചെയ്യുന്നു. ഇവിടെയാണ് പ്രവാസികളുടെ സാധ്യത. ചുരുക്കത്തിൽ ഹ്യൂമെയിൻ എന്നത് സൗദിയുടെ ദേശീയ AI കമ്പനിയാണ്. ഇതിലൂടെ 2030 രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു ഭാഗം ഇനി എണ്ണയാകില്ല, ബുദ്ധിയിൽ നിന്നും വരുന്നതാകും. ഇതിനായി സൗദിയിൽ എത്താൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ ഒരുങ്ങാം. ഈ മേഖലയിൽ ഒരുങ്ങാൻ പോകുന്ന അവസരം ചില്ലറയാകില്ല. മറ്റൊരു കൗതുകം കൂടിയുണ്ട്. മക്ക മദീന ഹറമിലെ ഓപ്പറേഷനുകളിൽ പോലും AI ഇന്ന് ഭാഗമാണ്. യാഥാസ്ഥികരെന്നും പിറകിലുള്ള ജനതയെന്നും വിളിക്കപ്പെട്ട ഒരു ജനസമൂഹം കണ്ണഞ്ചിപ്പിക്കും വേഗത്തിൽ ലോകത്തിനൊപ്പം മത്സരിച്ച് മുന്നിൽ പോകുന്ന കാഴ്ച കൂടിയാണിത്.